ഇതെന്താണ്? പാലട പായസം ഉണ്ടാക്കാൻ പോവാ. എന്റെ പിറന്നാളായിട്ട് ഇനി പാലട പായസം പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, ഇത് ഉണ്ടാക്കുന്ന. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ലേ? ഇപ്പോഴേ കാര്യം മനസ്സിലായില്ല. ഞാൻ ഇവിടെ ദുബായില് എന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒക്കെ നമ്മള് സ്വന്തം ഉണ്ടാക്കും. പക്ഷെ നാട്ടിലാണ് എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. നാട്ടില് ഭയങ്കര മടിയാണ് അല്ലേ? നാട്ടില് കുറച്ച് ദിവസത്തിന് വേണ്ടി ലീവിന് പോകുമ്പോ പിന്നെ അടുക്കളയിൽ കയറി കുത്തിപ്പിടിച്ചിരിക്കാൻ എനിക്ക് സമയം. അപ്പൊ സൂരജ് പാലട ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം. അട മാത്രല്ലേ? ഇതാണ് ഒറിജിനൽ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പൊ സ്നാപ് ഷോപ്പിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിക്കും. നമ്മൾ ഒരു സാധനം ഉപയോഗിച്ച് നല്ലതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലോട്ട് നമുക്ക് പോകില്ല. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. പക്ഷെ കല്യാണം കഴിക്കണ പോലെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അപ്പൊ വേണ്ടാത്ത പറയും. ഇതവിടെ ഇരുന്നോട്ടെ, 20 മിനിറ്റ് ഇരുന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാല് റെഡിയാക്കണം. 4 ലിറ്റർ പാല്. ആൽറവാബിയുടെ പാല് തന്നെ വേണം. അത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളൂ. എല്ലാം ബ്രാൻഡുകളും ചില കാര്യങ്ങൾ ഉപയോഗിച്ച് ഇതൊന്നും പ്രൊമോഷന്റെ ഭാഗമല്ലാട്ടോ മക്കളെ. ആൽറവാബി കാരണം ഞാൻ വേറെ ഇത് വാങ്ങിക്കുമ്പോ ചായ കുടിക്കുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, അയ്യോ ഇത് വേറെ പാലാണല്ലോ. അപ്പൊ വിളിച്ചു, അയ്യോ ചേച്ചി തെറ്റിപ്പോയി. വേണ്ട, തെറ്റണ്ട, എനിക്ക് തന്നെ മതി. അപ്പൊ ഇത് 3 ലിറ്റർ കേട്ടാ. ഇത് 4 ലിറ്റർ പാലാണ്, പക്ഷെ 3 ലിറ്റർ ഒഴിച്ചാൽ മതി. അപ്പൊ 3 ലിറ്ററിന്റെ ഇത് വാങ്ങിച്ചാൽ പോലെ ഇപ്പൊ തെറ്റില്ലേ? അതൊക്കെ ഇച്ചിരി തെറ്റിയാലേ എന്തോരാണ് ഇപ്പൊ 1 ലിറ്റർ ബാക്കി. 1 ലിറ്റർ ബാക്കി വെക്കുക. എന്നിട്ട് 1 ലിറ്റർ വെള്ളമായിട്ട് ഒഴിക്കുക. അതെങ്ങനെ അളക്ക്? അതും ഏകദേശം അളവാ? ഇതൊക്കെ കൈയളവാണ്, വെറുതെ അടിക്കാണ്. 1 ലിറ്റർ 3 ലിറ്റർ കണക്കൊന്നുമില്ല. നീ നാട്ടിൽ പോയപ്പോ ഈ സാധനം മിസ് ചെയ്തില്ലേ? ഭയങ്കരമായിട്ട് മിസ് ചെയ്തതാണ് എന്റെ വാട്ടർ പ്യൂരിഫയർ, ചൂടുവെള്ളം. അല്ല, നമ്മള് വലിയ കാര്യത്തിൽ ഇതുപോലത്തെ സാധനം നാട്ടിൽ കിട്ടുന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തു. പക്ഷെ അവിടെ ചൂടുവെള്ളം ആവണമെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇത്ര ആവില്ല. തണുത്ത വെള്ളവും ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നാട്ടിലെത്തിയാൽ ഗംഭീരായിരിക്കും അല്ലേ? അവിടെ പക്ഷെ അമ്മ ഉപയോഗിക്കുന്നത് കെറ്റിലാണ്. കെറ്റില് കാര്യങ്ങളൊക്കെ നടക്കും. ഓരോ സുഖം പഠിക്കുന്നത് അല്ലേ? ഇവിടെ വന്ന് സ്വിച്ച് ഇട്ട ചൂടുവെള്ളം വരും, സ്വിച്ച് ഇട്ട തണുത്ത വെള്ളം വരും എന്നുള്ളത്. പിന്നെ ഇനി പഞ്ചസാര ഇടും ഇതില് പായസത്തില്. അപ്പോഴല്ലേ കാരമലൈസ്ഡ് ആയിട്ടുള്ള പീച്ച് കളർ വരുള്ളൂ. അപ്പൊ ഏത് പഞ്ചസാരയാണോ അപ്പൊ ഇതിൽ വാങ്ങിച്ചത്? ഇതൊരു ഉപ്പ് പോലത്തെ ഒരു പഞ്ചസാര. ഇതൊന്നല്ല ഞാൻ വാങ്ങിക്കുന്ന പഞ്ചസാര കേട്ടോ. ഞാൻ SISന്റെ പഞ്ചസാര വാങ്ങിക്കാറ്. എന്ത് SIS ബ്രാൻഡ്? ഇന്ന് മൊത്തം ബ്രാൻഡ്സ് ആണ്. കംപ്ലീറ്റ് ബ്രാൻഡ് പ്രൊമോഷൻ ആണ്. ചേച്ചി ബ്രാൻഡ് പറയുന്നില്ല എന്നുള്ള പരാതി തീർക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും ആ പാവങ്ങൾ അറിയണ്ടാവില്ല. കാരണം നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച, കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് വേറെ സാധനം ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇത് നമുക്കിത് വെക്കാം. ഇത് പിങ്ക് കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. വെറുതെ വെച്ചിട്ട് പിങ്ക് കളർ ആവൂല്ലേ? കുറച്ചു നേരം വെച്ചാല് പിന്നെ പിങ്ക് ആവാൻ എന്താ കുങ്കുമപ്പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മള് പഞ്ചസാര കാരമലൈസ് ചെയ്ത് അതിന്റെ ഗുണം അവിടെ പ്രകടിപ്പിച്ചോളൂ. ശരി. അപ്പൊ ഹോക്കിൻസിന്റെ ബ്രാൻഡ് പ്രൊമോഷൻ ഇതൊക്കെ ഇത് നാട്ടിൽ നിന്ന് അച്ഛൻ ചേട്ടൻ ഓർഡർ ചെയ്ത് വരുത്തിച്ച കുക്കർ കേട്ടോ. നാട്ടിൽ നിന്ന് ദുബായിക്ക് ഓർഡർ ചെയ്ത് എത്തിച്ചാണ്. മറന്നുപോയ. ഇത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. ചെറുതാക്കിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇടാൻ പാടുള്ളൂ. തീ ചെറുതാക്കിട്ട്. ദുബായിൽ എന്റെ അടുക്കള ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എല്ലാം വെളിപ്പുറത്ത് കിട്ടുന്ന സാധനങ്ങൾ. അതായത് എന്താ പറയുക, ഇതിപ്പോ എനിക്കറിയാം എവിടെയാണ് ഏതൊക്കെ സാധനം ഇരിക്കുന്നത്. മറ്റൊരു സമയം എടുക്കും പഠിക്കാൻ. എന്റെ തവി, എന്റെ സ്പൂണുകള്, എന്റെ പിഴ, എന്റെ പാപം, ഇതൊക്കെ നന്നായി തിളച്ചിട്ട് അടച്ചു വെക്കാൻ പാടില്ല. തിളച്ചതിന് ശേഷം അടച്ചു വെക്കാം. തിളക്കാണ്ട് അടച്ചു വെച്ചാൽ ശരിയാവില്ല. ഇല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിന്റെ കൂടെ ഉള്ളതാ. എന്റെ അടുക്കളയിൽ എനിക്ക് പാട്ട് പാടാം, എനിക്ക് ഡാൻസ് ചെയ്യാം. അത് ഇത്തിരി കൂടുതലിപ്പോലെ ഡാൻസ് ചെയ്താൽ അതും ഇതൊക്കെ താഴെ വിടും, പായസം ഇതൊക്കെ. എന്റെ അച്ഛൻ ഡാൻസ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കരുത്. എന്നെ കണ്ട ഡാൻസർ ഒന്നും തോന്നില്ല. എനിക്ക് വയ്യ. അച്ഛൻ പറയണ്ടായിരുന്നു ഞാൻ ഡാൻസറാന്ന് പറഞ്ഞപ്പോ വീണനെ കണ്ട ഡാൻസർ പോലെ തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഡാൻസ് ചെയ്യില്ല എന്നല്ല, താളബോധമില്ല. അപ്പൊ പിന്നെ ഡാൻസോ പാട്ടോ ഒന്നും പറ്റില്ല. അത് പറഞ്ഞാ പോരെ. വേറെ എന്തോ പഠിക്കാം. ഇല്ലാത്ത കഴിവുകളുണ്ടെന്ന് പറയാൻ എനിക്ക് അറിയില്ല. അതെന്താ ചെയ്യാ? പക്ഷെ അല്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നല്ല, താളബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഡാൻസും പാട്ടും വഴങ്ങാത്തത്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. വേറെ ഡാൻസ് വേണമെങ്കിൽ പഠിക്കാം, പാട്ടും പഠിക്കാം. പക്ഷെ താളബോധം ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യുന്നവരോടും പാട്ടുകാരോടും ഭയങ്കര അസൂയാണ്. ആണോ? എനിക്കങ്ങനെ
എന്റെ ഭർത്താവിന് അറ്റ്ലീസ്റ്റ് ലിറിക്സ് എങ്കിലും ഓർമ്മയുണ്ടാവും, എനിക്ക് അതുമില്ല. എനിക്ക് എന്റെ താളബോധം വരികളിലാണ്, അന്തർധാരകളിലാണ്. കറക്റ്റ് ആയിട്ട് പറയും. പക്ഷെ അതൊരു കഴിവാണ്, എനിക്കതുമില്ല. നമുക്കൊരു കഴിവ് എനിക്ക് അതിന്റെ വാക്കുകളുടെ അർത്ഥങ്ങളുടെ എന്താ പറയാ ഉള്ളറിഞ്ഞ് അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് ആ പുള്ളിക്കാരനെ ഏത് ഓർമ്മ ഉണ്ടാവും. എനിക്ക് ആ മഗ്ഗീത പഠിച്ച കാരണം ഇതൊന്നും ഓർമ്മയില്ല. എവിടുന്നോ വാങ്ങിച്ചു, പാല് തിളച്ചു. ഓ, ഇത് ഈ വീട് വാർക്കലിന് തിളച്ച പോലെയല്ലോ. ഇനി നമുക്ക് അടയ്ക്കാം, തിളച്ച പാലടയ്ക്കാം. നല്ല കുക്കർ നല്ല വൃത്തിയുണ്ടായിരിക്കണം കേട്ടോ. പുതിയ കുക്കറായിരിക്കണം, സാമ്പാർ ഉണ്ടാക്കിയ കുക്കർ ആവരുത്. ഞാൻ ചോറുണ്ടാക്കണ കുക്കറാണത്. അതെപ്പോഴും അത് കഴിഞ്ഞിട്ട് ചെറിയ അടപ്പ് ഇതിൽ ഓഫ് ലൈനിൽ വെക്കാം. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ചെറിയ തീയിലിടാം. അപ്പൊ ചിലർക്ക് സംശയം തോന്നാം ഇതിനുള്ളിൽ വിസിൽ വരുമെന്ന്. ചില കുക്കറിൽ വിസിൽ വരും, വിസിൽ വന്നാലും പ്രശ്നമില്ല. അങ്ങനെ വെച്ചാൽ ഓഫ് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും ഓൺ ചെയ്യാം. ഒരു 45 മിനിറ്റെങ്കിലും നമ്മുടെ ഈ പാലൊന്ന് കുക്കാവണം. എന്നിട്ട് ഓഫ് ചെയ്ത് 1 മണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം. പക്ഷെ അതിനുശേഷം തുറക്കുമ്പോൾ നല്ല പിങ്ക് കളർ ഉണ്ടാവും. ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പാല് വിട്ട് കിടന്ന് കുക്ക് ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. ചേട്ടാ എവിടേക്കാണ് യാത്ര? കാറില് മാസ്ക് ഇടേണ്ട ആവശ്യമില്ല. ഈയോടാ അപരിചിതരായ രണ്ടുപേരും ഒന്നിച്ച് സൂരജ് പാലയുടെ സ്ഥലത്തേക്ക് പോകണം. പാലട കുടിച്ച് അതും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാര്, പാലടയുടെ ഓർമ്മയുള്ള ആൾക്കാർ ഷൊർണൂർ അല്ലേ? ഷൊർണൂർ ഒന്ന് പോയി നോക്കാം. കുറെ ദിവസമായി കുറെ നാളായി വിചാരിക്കണ ഒന്ന് പരിചയപ്പെടണം. അപ്പൊ സൂരജ് പാലട ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷങ്ങളായി. ഷൊർണൂരിന്ന് പാലക്കാട് പൊന്നാനി റോഡ് വെറുതെ ആൾക്കാർക്ക് വന്നിട്ടല്ലോ. അപ്പൊ ഞങ്ങള് ഷൊർണൂർ യാത്രയിൽ ഉത്രാളിക്കാവ് വീണ്ടും കാണാൻ പോകുന്നു. ചേട്ടന്റെ ഇവിടെ വീഡിയോ എടുക്കുന്നു. എന്റെ ക്യാമറ കൂടെ നിന്റെ ക്യാമറ. അത് അടിപൊളിയാണല്ലോ. ഉത്രാളിക്കാവ് കടന്നു പോകുന്നു. കേരള കലാമണ്ഡലം ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് കലാമണ്ഡലം. ഇവിടെയാണ് കേരള കലാമണ്ഡലം. ചേട്ടാ കണ്ടു. ഞാൻ പോയി കണ്ടവര് വിചാരിക്കും കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചാളാം, പക്ഷെ എനിക്ക് കഴിവില്ലാന്ന് അവർക്കറിയില്ല. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴ. ഞാൻ ചേട്ടാ അപ്പുറത്തെടുക്കുന്നു, ഞാൻ ഇപ്പുറത്തെടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പഴയ പാലം. എന്തായാലും വെള്ളമുണ്ട്, സന്തോഷം കണ്ടപ്പോ. പൊളിഞ്ഞതാടാ, അതല്ലേ പുതിയത് പണിതത്? മാറ്റിയില്ല. അതുമല്ലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ വളർന്ന് ഇങ്ങനെ ഇരിക്കണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഇത്? നമ്മുടെ ആൾക്കാര് ദേവദേയം വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായിരിക്കും. കുളമുള്ള വീടാണ് കേട്ടോ, അടിപൊളി വീട്. സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഷൂട്ടിനൊക്കെ പറ്റൂട്ടോ. ചെയ്തോണ്ടിരിക്കണ എന്താ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വീണ എന്ന് ഹലോ നമസ്കാരം പറയാൻ തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല. നമസ്കാരം പറയണ്ട. നമസ്കാരം പറയാതെ എന്ത് വീണ. അപ്പൊ എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. ജാജാന്റെ സുഖല്ലേ? എനിക്ക് സുഖമാണ്. ജാജാന്റെ കുറച്ച് സുഖം കുറഞ്ഞിട്ടെന്താണെന്നറിയോ? ഞാൻ ദുബായിലോട്ട് വന്നു. അപ്പൊ ഒരു വിഷം ആ മുഖത്ത് കാണുന്നുണ്ടല്ലോ. ഇന്നലെ അമ്മയുടെ അച്ഛനോട് പറയാ, എന്റെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞു, ഫ്രീഡം ഒക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ എന്താണോ ഫ്രീഡത്തിന് ഒരു കുറവായിരുന്നു. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് എന്റെ പിറന്നാളാണ്, മകൻ നക്ഷത്രം. അപ്പൊ ഡേറ്റ് കഴിഞ്ഞിരുന്നു. അപ്പൊ ജാന്റെ അടുത്ത് എത്തിയതിനു ശേഷം ആഘോഷിക്കാന്ന് വിചാരിച്ചൊരു പാലടപ്പായസം വെച്ചിട്ട് ആഘോഷിക്കാൻ പോവാണ് ഞങ്ങൾ കേട്ടോ. അപ്പൊ പാലടപ്പായസം എന്ന് പറഞ്ഞപ്പോഴാണ് പാലടയുടെ കഥ എന്ന് പറയാന്ന് വിചാരിച്ചത്. അതായത് പാലട എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഉണ്ടാവും. അപ്പോൾ ഇത് കൊളാബറേഷനോ പ്രൊമോഷന്റെ ഭാഗമൊന്നുമല്ല. നമ്മൾ പണ്ട് പൊൻകതിറിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ സൂരജ് പാലട. അതാണ് ഞാനിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ദുബായിലൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൂട്ടുകാരനെ കൊണ്ട് ഒരു 3-4 പാക്കറ്റ് 3-4 കിലോ ആയിട്ട് ഞാൻ കൊണ്ടുവരും. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഈ പിറന്നാളിനും അല്ലെങ്കിൽ പാലട കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ നമ്മൾ സൂരജാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഞങ്ങൾക്ക് സൂരജിന്റെ വീട്ടിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോഴാണ് അതിന്റെ പുറകിലുള്ള കഥകളും അവരുടെ ആ ഒരു എന്താ പറയുക അധ്വാനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ജാൻചേട്ടനും ഞാനും പോയി വീട്ടിലെല്ലാവരും പരിചയപ്പെട്ടു. അതിന്റെ മെയിൻ
സാരഥീനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. മഞ്ജുള ആന്റി, അതിന്റെ പുറകില് ബ്രെയിൻ മഞ്ജുള ആന്റിയാണ്. അപ്പൊ അവര് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഡോക്ടറെ അടുത്ത് പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ അങ്കിളിന്റെ അടുത്തും മക്കളുടെ അടുത്തും കുഞ്ഞുമോളുടെ അടുത്തൊക്കെ അമ്മമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതായത് ആന്റി ദുബായിലായിരുന്നു, ആന്റി ഞങ്ങൾ ദുബായിൽ തന്നെയായിരുന്നു മോനും. അപ്പോൾ ആന്റിക്ക് ഇതേപോലെ ഇത് ഭയങ്കര ഒരു പാഷൻ പോലെ ആയതിനു ശേഷം നാട്ടിൽ പോയി അവിടെ സെറ്റിലായ ഒരു ചെറിയ ഫാക്ടറി പോലെ സെറ്റപ്പ് ചെയ്തു. പിന്നെ അങ്കിള് ജോയിൻ ചെയ്തത്. ഇൻസ്റ്റന്റ് ഇടിയപ്പമായിരുന്നു ആന്റിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ഇതേപോലെ മെഷീനറീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഇടിയപ്പം പിഴിഞ്ഞിട്ട് അത് ഉണക്കിയിട്ട് നമ്മൾക്ക് അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ് അവരുടെ ഒരു മനസ്സിലേതായിരുന്നു. പക്ഷെ അത് ഉണക്കാനുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തൽക്കാലം അവരത് മാറ്റി വെച്ച് വീണ്ടും അതുപോലെ വേറെ പ്രൊഡക്റ്റ് വേണമല്ലോ എന്നുള്ള ഇതിലാണ് ഈ പാലടയിലോട്ട് വന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പറയാലോ, നമ്മള് പാലട ശരിക്കും കൈകൊണ്ട് ഉണ്ടാക്കി അട ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ പിന്നെ അല്ലെങ്കിൽ പാലട കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മള് സദ്യ വരണം, ഒരു കല്യാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സദ്യ വരുമ്പോഴാണ് നമുക്ക് പാലട കഴിക്കുന്നതിനുള്ള അവസരം കിട്ടുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോട്ട് പാലട പായസം ആർക്കും ഉണ്ടാക്കാം എന്നുള്ള രീതിയിലോട്ട് കടന്നു വന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിന്റെ പ്രചാരം തുടങ്ങിയതിന് ശേഷം എങ്ങനെ പാലട പായസം എളുപ്പത്തിൽ ഉണ്ടാക്കാം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ സദ്യയിലത്തെ പാലട പായസം ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കാം. അതിന് പുറകിലുള്ള ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റന്റ് പാലട മിക്സ് വേറെ ഉണ്ട് കേട്ടോ. ഇവർക്ക് നല്ല ഒരുപാട് പേര് ഇപ്പൊ ഇൻസ്റ്റന്റ് പാലട മിക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പാലട ഞാൻ ഒരുപാട് ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ സൂരജിന്റെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് തൃശ്ശൂർ ആ ഒരു രുചിയിലോട്ട് നമ്മൾ എത്തുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നവരാണ് ഇത് ആരാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് പരിചയപ്പെടണം, അതിന്റെ പുറകിലെ കഥകളൊക്കെ ഒന്ന് അറിയണം എന്നൊരു ആഗ്രഹം. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെയാണ് അവര് തന്നെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് വരണം, വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിടാം. അതിന് ഒരുപാട് എലാബറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് പാലട പായസം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഈ പാലട എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പാലട നമുക്കൊരു 98%, 99% അല്ലെ ഓക്കെ ആയിട്ടുണ്ട്. അല്ല ഇൻസ്റ്റന്റ് മിക്സ് അത്രയും പോലും ആവില്ല. ഇൻസ്റ്റന്റ് മിക്സ് വരുമ്പോ ഒരു 90% വരുന്നുള്ളൂ. ഇൻസ്റ്റന്റ് മിക്സിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാലട പായസമാണ്. അപ്പൊ അതിന് അതിന്റേതായ അതായത് സമയം ചുരുങ്ങുന്തോറും നമ്മളെ എല്ലാം എളുപ്പത്തിലല്ല. ഇന്നത്തെ കാലത്ത് എല്ലാം ഇൻസ്റ്റന്റ് ആണ്, എളുപ്പമാണ്. അപ്പൊ പക്ഷെ അതിനനുസരിച്ച് സ്വാദ് കുറയുകയും ചെയ്യും. ഇപ്പൊ നമ്മള് സദ്യയിലത്തെ പാലട നമുക്ക് ഇത്ര പ്രിയപ്പെട്ടതാകാൻ കാരണം അവര് അത്രയും സമയം അധ്വാനിച്ചിട്ടാണ്. 4 മണിക്കൂർ 5 മണിക്കൂറിന്റെ അധ്വാനമാണ് നമ്മള് ഈ 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കുന്നത്. പക്ഷെ അതിന്റെ സ്വാദ് നമ്മളിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന കുക്കർ പാലടയ്ക്കും കിട്ടില്ല, ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റില് അതിലും കുറയും. അപ്പൊ ഏത് ഗ്രേഡ് സ്വാദ് അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവര് അതനുസരിച്ച് അന്വേഷിച്ച് പോവാം. അതെ അതെ അതെ. അപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആണ് ഇന്നത്തെ ലോകത്ത് ഉള്ളത്. അപ്പൊ ഇവരുടെ ഇൻസ്റ്റന്റ് മിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവര് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇടിയപ്പം നമ്മൾ സ്വന്തം ഇടിയപ്പം ഉണ്ടാക്കുന്ന സ്വാദ് എന്തായാലും വരില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ തിരക്കുള്ള ആൾക്കാർക്ക്, സമയമില്ലാത്ത ആൾക്കാർക്ക് 2 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സത്യം മാത്രം പറയുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കൂ, കഴിച്ചു നോക്കുന്നൊന്നും പറയും, പക്ഷെ അതും നല്ലതാണ്. പക്ഷെ നമ്മുടെ ഈ വീട്ടിലുണ്ടാക്കുന്ന ഇടിയപ്പത്തിന്റെ അത്ര വരില്ല. അത് ഏതാണെങ്കിലും ഏത് പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഇവരുടെ മാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ സമയമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അതും പരീക്ഷിക്കാവുന്നതാണ്, ഇൻസ്റ്റന്റ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പൊൻകതിറിലെ ബിജോയും അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് വരട്ടെ. നമ്മളിങ്ങനെ പരീക്ഷിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നല്ല നല്ല ബ്രാൻഡുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതായത് എനിക്ക് പ്രിയപ്പെട്ട ബ്രാൻഡ് കേട്ടോ. എനിക്ക് 100% എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളടുത്ത് പറയാൻ പറ്റുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് അത് പറയാം. കാരണം നിങ്ങൾ ഉപയോഗിച്ചിട്ട് അവസാനം വീണശേഷി പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത് നന്നായി വന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. അതുകൊണ്ട് ഉറപ്പായാലും മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ സൂരജ് പാലട അവിടെ പാല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങള് സൂരജ് പാലടയുടെ സ്ഥലത്ത് എത്തി, വീട്ടിലെത്തി. ഇറങ്ങട്ടെ. അപ്പൊ നമ്മള് സൂരജ് പാലടയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. സൂരജ് പാലട എന്ന് പറഞ്ഞ ഒരുപാട് പ്രോഡക്ട്സ് അവർക്ക് ഉണ്ട്. പക്ഷെ സൂരജ് പാലട എന്ന് പറയുമ്പോഴേ കൂടുതൽ പേർക്ക് അത് കണക്ട് ആവുള്ളൂ. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴാണ് നേരിട്ട് പരിചയപ്പെടാനും വീട്ടിൽ വരാനും സാധിച്ചത്. അപ്പോൾ പ്രമോദ് ആൻഡ് മീര. അമ്മയുടെ പേര് മഹാലക്ഷ്മി. താങ്കളുടെ പേര് ഗിരീഷ്. കഥാനായകൻ. നായിക ഇല്ലല്ലേ ഇവിടെ? നായിക പുറത്ത് കോയമ്പത്തൂർ പോയിരിക്കുകയാണ്, ചെക്കപ്പിന് പോയിരിക്കുകയാണ്. ദുബായിലായിരുന്നു. ശരി. ആദ്യം ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങി. ശരി. പിന്നെ ഞാൻ അവിടുന്ന് വന്നു, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കണ്ടിന്യൂ. നമ്മൾ ബിസിനസ്മാൻ അല്ല, സർവീസ്മാൻ ആണ്. അപ്പൊ എങ്ങനെയാ ആന്റിക്ക് അത് പാലട എന്നുള്ളൊരു അച്ഛൻ മുമ്പ് സേമിയ ഉണ്ടാക്കിയിരുന്നു. ചെറിയൊരു യൂണിറ്റ്.
അപ്പൊ അന്ന് പോലെ താല്പര്യമാണ്. പിന്നെ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല അടയൊന്നും കിട്ടാനില്ല സത്യം. പുളുങ്കുരുമാരിയുള്ള അടയാണ് അന്നത്തെ കിട്ടിയിരുന്നത്. അപ്പൊ അതൊന്ന് ഡെവലപ്പ് ചെയ്യണം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇടിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് സക്സസ് ആവാൻ 20 കൊല്ലം പിടിച്ചു. അതിനിടയിൽ പിടിച്ചു നിൽക്കണ്ടേ. അതെ അതെ. അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടായ സംഭവമാണ് ഈ പാലട. പാലട അങ്ങനെ അമ്മ ഉണ്ടാക്കിയിരുന്നു. അമ്മ വീട്ടിൽ വെച്ചിട്ട് അവര് നമ്മുടെ മാനുവലായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ നിങ്ങളുടെ പുതിയ 2 പ്രോഡക്ട്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ തിരക്ക് കാരണം എനിക്ക് ഒന്നും സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് നമുക്ക് കാണാല്ലേ, അത് ഇന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഹലോ കുഞ്ഞു അവിടെ പോയി? ബേബിയോട് പോയി. ബേബി അവിടെ ഉണ്ടോ? ബേബി അവിടെ ഉണ്ടോ? എവിടെ ബേബി? വരുന്നോ? അതെയോ? ശരി. ഓ, നമ്മളിപ്പോ ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഇടിയപ്പാണ് കേട്ടോ. 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റ് ഇടിയപ്പം എന്നല്ലേ നിങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളയ്ക്കണം വെള്ളം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഇടിയപ്പം പാക്കറ്റ്. അരി കേട്ടോ, അരി കൊണ്ടുള്ള ഇടിയപ്പമാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ളവർക്കൊന്നും പ്രശ്നമില്ല, പിന്നെ ഇടിയപ്പം പിരിഞ്ഞിട്ട് കൈയൊന്നും വേദനിക്കണ്ടെന്ന്. നമുക്ക് നോക്കാം. നമ്മള് ആദ്യം ലോഞ്ച് ചെയ്തത് 99-ലാണ്. പിന്നെ അത് ഈ അടയുടെ തിരക്ക് പോയി. പിന്നെ നമ്മൾ റീലോഞ്ച് ചെയ്യുന്നത് 19-ലാണ്. എന്താ വെച്ചാൽ ഉണ്ടാക്കാനും ഉണക്കാനും ഒക്കെ കുറെ സ്ഥലം വേണം. അപ്പൊ നമ്മള് ഇത് ശരിയാ. അല്ല ഇപ്പൊ ഇത് ചുറ്റാനും പിടിക്കാനും വേണ്ട. ഇതെങ്ങനെ മെഷീൻ തന്നെയാ? കംപ്ലീറ്റ് മെഷീൻ നമുക്ക് ഒരേ ഷേപ്പിലും ഒരേ വലുപ്പത്തിലും ഒക്കെ. ശരി. നമ്മള് ഒരു സ്ട്രെയിനറിൽ തന്നെ, ഒരു അരിപ്പയിൽ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അതൊരു ടിപ്പാണേ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് കോരി എടുക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ താഴത്തെ കൂടുതൽ വേവ് കൂടും, പിന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് ഇടുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇറക്കി വെച്ചാൽ മതി. 2 മിനിറ്റ്സ് കഴിയുമ്പോൾ അങ്ങ് എടുക്കുക. അപ്പോൾ പൊടിയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എനിക്ക് പറ്റിയ അബദ്ധം, എനിക്കല്ല നമ്മുടെ അജിത് ചേച്ചിക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമ്മളുടെ ഇടിയപ്പം വെച്ച് കൊടുക്കുക. കൈ പൊള്ളാതെ സൂക്ഷിക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. എന്നിട്ട് 1 to 2 മിനിറ്റ്സ് ശേഷം ആ സംഭവം അങ്ങനെ കോരി മുകളിലോട്ടങ്ങ് എടുക്കുക. അപ്പം നമ്മൾ ചുമ്മാ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്, എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണെങ്കിൽ വെറുതെ ഈ സംഭവം തന്നെ മേലേക്കങ്ങ് എടുത്താൽ മതി. അതാണ് നല്ല ഐഡിയ. ഈ ചേച്ചി പറഞ്ഞ അതേ കംപ്ലൈൻസ് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജോലി തിരക്ക് പിടിച്ചിട്ടുള്ള ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ വയ്യാതിരിക്കുമ്പോഴൊക്കെ ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. എടുക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് വലിഞ്ഞു പോകണം. ഇവർക്ക് ഇടിയപ്പം ഒന്ന് ചൂടാറുമ്പോഴേക്കാണ് അത്. അതെ അതെ അതെ, അന്ന് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഈ സമയത്ത് ചേച്ചി വന്നപ്പോൾ ഇച്ചിരി ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സോഫ്റ്റ് ആയി. എന്നാൽ അത് കൂടുതൽ നേരം ഇങ്ങനെ തുറന്നു വെക്കാനും പറ്റില്ല. ഞങ്ങൾ കാസറോളിലാണ് വെച്ചത്. ഓപ്പൺ ആയിട്ട് വെച്ചാൽ അതിന് ഡ്രൈ അതിപ്പോ ഏത് നമ്മുടെ ഇതാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആവുമല്ലോ. ചൂടാ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. ഇതിപ്പോ മൊത്തം പാക്കറ്റ് ഇട്ടാലും സെയിം 2 മിനിറ്റ്സ് തന്നെയല്ലേ ഉള്ളൂ. ഈ വീട് കെട്ടിയതിന് മുഴുവൻ പഴയ സാധനങ്ങളുണ്ട്. പറഞ്ഞു പ്രമോദ്. ഇതൊക്കെ പഴയ മരങ്ങളാണ്. ശരി. അപ്പൊ ഇങ്ങനെ ഓരോ മന പൊളിച്ചിട്ട് എങ്ങനെയാ? മന പൊളിച്ചിട്ട് കല്ല് കിട്ടി, അതിൻ്റെ തന്നെ കുറെ ജനലുകൾ കിട്ടി. പിന്നെ അവരുടെ അടുത്ത് അവിടെ ചെന്നപ്പോൾ കൊല്ലങ്ങളായിട്ട് പൊളിച്ചിട്ടിരിക്കണ ഓരോ സാധനങ്ങൾ കിട്ടി. ഇതൊക്കെ ചളിയിൽ കിടന്നിരുന്നതാണ് ഈ സാധനം. ഈ വാതിൽ കണ്ട് ഇത്രയും വലിയ വാതിലൊന്നും ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. വിയറ്റ്നാമിലൊക്കെ യുദ്ധം കഴിഞ്ഞ് എല്ലാം അംഗവൈകല്യമുള്ള ആൾക്കാരാണ്. കയ്യും കാലും ഒന്നും ഇല്ല, ബോംബ് പൊട്ടിയിട്ട് അവരുണ്ടാക്കണതാണ്. അവർക്കുള്ള സൊസൈറ്റി ഉണ്ട്. ഇത് പഴയൊരു വാതിൽ, ഇത് 100 കൊല്ലം പഴയതാണ്. ഇതിൻ്റെ കൊത്തുപണിയൊക്കെ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ശരി. എല്ലാത്തിന്റെ വാതിലിന്റെ അതല്ലേ താഴോട്ട്.
അത് വീടൊക്കെ വെക്കണേൽ 2 കൊല്ലം മുമ്പ് മേടിച്ചാൽ വെറുതെ കണ്ടപ്പോൾ ഭംഗിക്ക് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ അതിനനുസരിച്ചുള്ളൊരു വീടാക്കി. ഇതൊക്കെ മന പൊളിച്ചാണ് ഈ കല്ലുകൾ. തണുപ്പുണ്ട് അല്ലേ? ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ. ഇത് കുറ്റിക്കാടായിരുന്നു ഞങ്ങൾ മേടിച്ചപ്പോൾ ഒന്നും ഉണ്ടായില്ല. കാടായിരുന്നു, ഇവിടെ മുഴുവൻ പാറയായിരുന്നു. അത് പൊട്ടിച്ച് കൊളാക്കി. ആ കല്ലുകൊണ്ട് കുളം പടുത്തു, മതിലുണ്ടാക്കി. പിൻഭാഗത്ത് ഒരു 1/2 കിലോമീറ്റർ മതിൽ പണിതു ഈ കല്ലുകൊണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. അട കഴിഞ്ഞാൽ അടുത്ത ഇത് ചെടികളിലാണ്. അതെ ആന്റിയിലെ ഇത് നമ്മൾ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 200 ഗ്രാമോ? 200 ഗ്രാമിന് 1.5 ലിറ്റർ. 1 ലിറ്റർ പാല് നമുക്ക് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പായസം കിട്ടും. 1 ലിറ്റർ പായസം, ഇതിൽ 1 ലിറ്റർ പായസം ഉണ്ടാവും. അപ്പോൾ പാല് ചൂടായി കഴിഞ്ഞു നമ്മൾ നമ്മുടെ മിക്സ് ഇടുകയാണ്. ഇപ്പോൾ ഒന്ന് നല്ല തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇടും. നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വിൽ മേക്ക് ടു മീഡിയം ഫ്ലെയിം. ഈ പ്രിസർവേറ്റീവ്സ് ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഡ്രൈ പ്രൊഡക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ഔട്ടുള്ള ഒരു പോളിസിയാണ് വാട്ട് എവർ യു ഡു ഫ്രം യുവർ ഹാർട്ട്. സത്യം. കൺസിസ്റ്റൻസി കാണിച്ചാൽ ഒന്ന് കുറയ്ക്കുക ഇതൊക്കെ ചെയ്യാം. കാരണം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് കുറുക്കും. ഓവർ കുറിയാലും കൊള്ളൂല, ചെറിയൊരു ഇച്ചിരി ഒന്ന് ലൂസാവും. പായസം റെഡി ആയിട്ടും ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചോദിച്ചു അവിടെ പോയി ഇക്ഷ പിടിച്ചു. കാട്ടിലോട്ട് കയറി ചെല്ലെന്നോ എടുത്തിട്ടോ. അതാണ് ചേട്ടൻ പറയാറില്ല മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞ ചെടി ഇങ്ങനെ അന്വേഷിച്ചിട്ട് അവസാനം ആമസോണിൽ നിന്ന് വിത്ത് വാങ്ങിച്ചു. ഇപ്പോൾ അത് മുളച്ച് വരുന്നുണ്ട്. അത് ആ നീലപ്പൂവില്ലേ, അത് കണ്ടു, നല്ല പൂവാ. അതല്ലേ, ശരി. അത് ഇപ്പോഴും പൂക്കളുണ്ടല്ലേ ചെറുതായിട്ട്? ഫുള്ളായിട്ട്. ഇതിപ്പോ ഏത് സമയത്താ? ജൂണിലല്ലേ? ശരി. ചെറിയൊരു ഇതിൽ മതി മോളെ. കടയുടെ സൈസും കറക്റ്റ്. മധുരം പാകമാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അയ്യോ മതി, ഞാൻ കഴിക്കാറില്ലേ ഒരുപാട് നാളേക്ക്. വയറ് പ്രശ്നത്തിന് പാല് കഴിക്കാൻ പാടില്ല ഡോക്ടറെ. ഞാൻ അതുകൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെയായല്ലോ. ഇതിനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വേറെ ഷേപ്പായില്ലേ? നോക്കി അടിപൊളി. വീണ്ടും ചെയ്തോ, ആൻ്റെ അടുത്ത് വീടാണോ? മോളുടെ വീടാണോ ഇത്? ആഹാ, കൊള്ളാലോ. ഞങ്ങള് കാണുന്നുണ്ട് ഇതൊക്കെ, പുതിയ വീടൊക്കെ പണിതോണ്ട്. അങ്ങനെയല്ല, എങ്ങനെയാണ്? അങ്ങനെയാണല്ലേ. ആന്റിക്ക് തെറ്റ് പറ്റിയില്ലേ? ഓക്കെ. പായസം കുടിച്ചാ? എന്നിട്ട് പായസം ഇവിടെ പോയി, മോളുടെ പായസം ഇവിടെ പോയി. അമ്മാമ്മയുടെ അടുത്തുണ്ടോ? ബാംഗ്ലൂർ ഡേയ്സ് കണ്ട് പിന്നെ കളർ ഗ്ലാസ് ഉള്ള വിൻഡോ ആദ്യമായിട്ട് കാണാം. ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ പോകുന്നു. കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. നീ അത് കണ്ട കളർ ഗ്ലാസ് ഉള്ള വിൻഡോ ആണോ? നമ്മളൊരു മോഹമായിരുന്നു, നടക്കാത്ത പോയ മോഹം. വായോ വായോ, ഊണ് കഴിക്ക ഒന്നിച്ചിരിക്കി. അതെന്തിനത്? ആ കുഞ്ഞാവേടെ അല്ലേ? മോളുടെ അത് മുക്കല്ലെങ്കിലും എലയും കയ്യും കിട്ടും. രണ്ടാൾക്കാരെ അറിയാവുന്ന അതിന്റെ ആ ഒരു
ഇപ്പൊ ചൂടുള്ളെന്ന് വിചാരിക്കാം. പോയി വലിയ സദ്യക്കാർ നീ ഇത് മുമ്പൊക്കെ അവര് അട കൊത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ പിന്നെ ഈ പാക്കറ്റ് മേടിച്ചിട്ടാകുമ്പോ അതില് 2 ഇല മുറിച്ചിട്ട് ഇടുക. അതിന്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിട്ടല്ലേ? ഓ കൊള്ളാലോ. 20 മിനിറ്റ് സോക്കായി. 20 മിനിറ്റ് ഒന്നല്ല കൂടുതലായി. 20 മിനിറ്റെങ്കിലും മിനിമം കടന്നു ചുരുക്കം. ഇനി അത് കടന്ന് നന്നായിട്ട് അങ്ങ് കുക്കാവട്ടെ. അട്ട കുക്കാവുന്നു, അപ്പുറത്ത് പാല് തിളയ്ക്കുന്നു, ഇവിടെ വീണ തിളയ്ക്കുന്നു. വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് കിട്ടിയിട്ടില്ല, ചൊറിയാൻ കിട്ടിയിട്ടില്ല. അല്ല കുക്കിംഗ് ചെയ്യാത്തോണ്ടേ 2 മാസം കുക്ക് ചെയ്തിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. എന്നാലും ഇതുപോലെ ഡെയിലി ഒരു തപ്പിപ്പഴ തപ്പിപ്പഴല്ല, ഒരു സമാധാനം സന്തോഷം എന്റെ അടുക്കളയിൽ വന്ന് കുക്ക് ചെയ്തപ്പോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. വെറുതെ പറയണേട്ടാ, നാട്ടിൽ പോയി വല്ലവരും വെച്ച് തിന്ന് ഇങ്ങോട്ട് പോരുമ്പോ കരച്ചിലായിരുന്നു. ഇനി ഞാൻ അവിടെ വന്നിട്ട് കുക്ക് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് വെറുതെ നമ്പർ എനിക്കില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അയ്യോ, എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളത് പാത്രം കഴുകാൻ വേണ്ടി. അതിപ്പോ എന്റെ കിട്ടിയവനുണ്ടല്ലോ ഇവിടെ പാത്രം കഴുകാൻ. ചേട്ടൻ മറ്റേ എന്താ പെൺകുട്ടിയുടെ പേര് മഹിക്കേടെ എന്ന് വാങ്ങിച്ചോണ്ട് വെച്ചേക്കണ. ഇതാവും കാശ് കൊടുത്തു വാങ്ങിച്ചാ. പിന്നെ അവിടെ നിന്ന് എത്ര അധികം കാശ്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാലാത്തു. ഞാൻ വിചാരിച്ചു എന്റെ മോൻ വലിയ തരക്കേടില്ല, അത് വായിക്കേണ്ടത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? താളബോധമില്ലാത്ത അച്ഛന്റെ മകൻ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ ലാപ്ടോപ്പിൽ വരുന്ന അക്കങ്ങള് എന്നാലും എന്ന് പറഞ്ഞു വീണ എന്താടയുടെ എന്തിനു നീ ഇതായിരിക്കൂ പച്ചവെള്ളത്തില്. പച്ചവെള്ളം തുറന്നത് എന്തിനാണെന്നറിയോ? കൈവെള്ളം. പൈപ്പ് വെള്ളം. അരി കൊണ്ടാണ് ഈ അട ഉണ്ടാക്കണത്. എന്റെ വീഡിയോ ഇരുന്ന് കാണും. ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ല, ക്യാമറഗ്രാഫറാണ്. അതുകൊണ്ട് വീഡിയോ കാണാനൊന്നും പറ്റില്ല. പ്രഷർ കുക്കർ ഉറങ്ങുന്നു. പ്രഷർ കുക്കറിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയി. 45 മിനിറ്റ് വരില്ലേ? ഇതൊരു മാജിക് ആണ് അല്ലേ? ഇതിൽ കളർ അറിയുന്നില്ല. പക്ഷെ ഞാൻ കളർ ഇപ്പൊ വരുത്തി തരാം. ഇപ്പൊ കളർ വന്നില്ലേ? ഇരുട്ടേപ്പിക്ക്. എന്നാലും നല്ല പീച്ച് കളർ ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ അട വേവിച്ച് വെച്ചിരിക്കുന്ന അടയിലോട്ട് നമുക്ക് തന്നെ വറ്റിച്ചെടുക്കാം. അതിന് വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഇനി എനിക്ക് പണിയായി. അപ്പൊ വീണ് കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇളക്കണ പണി വരുമ്പോ അപ്പൊ എനിക്ക് കിട്ടും. എന്തെങ്കിലും പാത്രം തേച്ച് വീണ പണി വരുമ്പോ അപ്പൊ എനിക്ക് കിട്ടും. ചെയ്യണ്ടേ? ഭാര്യ ഭർത്താവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടരുവാൻ എനിക്ക് പഞ്ചാര ഇട്ടു. പുതുതായി വാങ്ങിച്ച പഞ്ചസാര ഇടണം, പഴയ പഞ്ചസാര ഇടാൻ പാടില്ല എന്നാണ് വീണ പറയുന്നത്. പഴയ പഞ്ചസാര എനിക്ക് റിയൽ പഞ്ചസാരയായിരുന്നു എന്നൊരു സംശയം ഉണ്ട്. എന്താ ഇനിയും പഞ്ചസാര ഇടാൻ പോ? പഞ്ചസാര കുറച്ച് കുറവാണ്. ആര് പറഞ്ഞു? ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് മണം കിട്ടിയില്ലല്ലോ. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര, ഉപ്പിട്ടിട്ട് പാലട ഉണ്ടാക്കണേ ആദ്യമായിട്ടാണ്. എല്ലാവരും ഇടാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാലട ഉണ്ടാക്കണം. എന്താണ് പുതിയ ബർത്ത്ഡേ ആയിട്ട് പുതിയ ചുരിദാറിട്ടു. പുതിയ ചുരിദാറൊക്കെ ആയിട്ട് വന്നിട്ട് സാരി വൈകുന്നേരം എടുക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഷോള് നല്ല ഷോളാ. ഷോൾ അവിടെ എടുത്ത് വെച്ചിട്ട് 5 മിനിറ്റിൽ റെഡി ആവുന്ന പാലട. ഇന്ന് ഞാൻ സാധാരണ പാലടയില് കുക്കർ പാലട ഉണ്ടാക്കുമ്പോ നെയ്യിൽ വഴറ്റാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വഴറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ നോക്കാം എന്താണ് അതിന്റെ രുചി വ്യത്യാസം. ഒരു ഇച്ചിരി നെയ്യ് ഞാൻ സാധാരണ ചേർക്കാറുണ്ടായിരുന്നു. ഇന്ന് അത് ചേർത്തിട്ടില്ല. ജാൻചേട്ടൻ പറയണം കേട്ടോ കുടിച്ചിട്ട് എങ്ങനെയാണ്. ഞാൻ കുടിക്കില്ല. ഒരു തുള്ളി കുടിച്ചേ പറ്റുള്ളൂ. ഭാര്യയുടെ പിറന്നാളിന് കുടിച്ചേ പറ്റുള്ളൂ. പറ്റണം. അന്ന് അവിടെ പോയിട്ട് കുടിച്ചല്ല. അപ്പൊ ഇതേപോലെ അന്ന് മധുരട്ടുണ്ടായില്ല. അന്ന്
ഞാൻ ഷുഗർ കുടിക്കില്ല. ഷുഗർ കുടിച്ചിട്ടുള്ള ഷുഗർ കുടിക്കില്ല. പിന്നെ ഞാൻ നിന്നെ വിളിക്കണ്ട. എനിക്ക് 3 കിലോ കുറയാം. 3 കിലോ അപ്പൊ ഒരു ഇച്ചിരി നിന് പറഞ്ഞില്ലേ, അത് ചിലര് ഡയറ്റ് ചെയ്യണു, ഡയറ്റ് എടുത്തോണ്ട് സാധനം കഴിക്കാണ്ടിരുന്നിട്ട് എനിക്ക് അങ്ങനെയല്ല. എനിക്കൊരു ആഗ്രഹം ഇല്ലാത്ത സാധനം ഞാൻ കഴിക്കില്ല. എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പലരെ ഒരു സ്പൂൺ കുടിച്ചേ കുക്കൂനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം. പറ്റൂല. അങ്ങനെ ഇപ്പൊ പറ്റും. അങ്ങനെ എന്റെ ബർത്ത്ഡേ വരുമ്പോഴേക്കും അവന് ഭയങ്കര ശബ്ദങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ വരുമ്പോ വല്ലയിടത്തും പോയിട്ട് കുടിക്കും. അത് കുഴപ്പമില്ല. എന്നാ പിന്നെ എല്ലാം അവിടെ അത് ശബ്ദം സ്വന്തം വീട്ടിൽ മാത്രം ശബ്ദം. അത് പറ്റൂല. അങ്ങനെ പറ്റില്ല. അത് പറ്റില്ല. സമ്മതിക്കൂല. ഇന്നിവിടെ വഴക്ക് കൂടും. വഴക്കാവട്ടെ നിങ്ങൾ വഴക്കായാലും എന്തായാലും ഞാൻ കുടിക്കില്ല. അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ഇളക്കി വറ്റിച്ച ഇളക്കി വറ്റിച്ച് പായസം റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുടിക്കണമെങ്കിൽ കുടിച്ചു നോക്കാം. ഏത് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇളക്കി വറ്റിച്ചോണ്ടായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ പോണ്ട്. ഞാൻ ഇളക്കിയോണ്ടല്ലേ. അവകാശങ്ങൾക്ക് എപ്പോഴും ആൾക്കാർ വരൂല്ലേ. അങ്ങനെ നമ്മുടെ സൂരജ് പാലടയുടെ അട കൊണ്ടുണ്ടാക്കിയ നമ്മുടെ സ്വന്തം കുക്കർ പാലട. ഈസി ആൻഡ് യമി കുക്കർ പാലട ഫോർ ഓണം. നോട്ട് ഫോർ ഓണം. നിന്റെ പിറന്നാൾ പിറന്നാൾ സദ്യ കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് സദ്യ കഴിഞ്ഞു. ഇനി ഇതേ പ്ലേറ്റിലേക്ക് പായസം വീഴുന്നു. ഇത് ഒരു പഴം വേണമായിരുന്നു. പഴമില്ല. അതന്നെ തക്കാളി തരാം. അയ്യേ തണ്ണിമത്തന തക്കാളിയൊക്കെ തരാം. കൊള്ളാട്ടോ. ഞാൻ ഇളക്കി യോജിപ്പിച്ചതിന്റെ മണിക്കൂറുകളിൽ നിന്ന് ഇളക്കി യോജിപ്പിച്ചതിന്റെ ആരിളക്കി യോജിപ്പിച്ചാലും എന്തേ സുരജ് പോലയുടെ പാലടയോ നല്ലതാ. ടേസ്റ്റ് ഉണ്ട്. മധുരം പാകം. എനിക്ക് കുറച്ചും കൂടെ ശരിക്കും പായസം ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. നമുക്ക് മീഡിയം മധുരം. ഒരു സദ്യ ഞാൻ ഓൾറെഡി നാട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇലയിൽ. ഇന്നിപ്പോ ഇലയില്ലാത്ത പ്ലേറ്റിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞങ്ങൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി പറഞ്ഞ് വീട്ടിൽ പോവാണ്. ചേട്ടൻ നാളെ പോവാ. അപ്പൊ ഇച്ചിരി തിരക്കുണ്ട്. അപ്പൊ പായസോ ഇടിയപ്പോ ഒക്കെ അടിപൊളിയായിരുന്നു. ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ പരീക്ഷിച്ചിട്ട് ഇവരുടെ അഭിപ്രായം പറയാം. അയ്യോ അടിപൊളി. വരാട്ടാ. മകളൊക്കെ വരാട്ടാ. ഓക്കെ. അല്ലെങ്കിൽ വീട്ടിലോട്ട് വരൂ. ഇനി തൃശ്ശൂരോട്ട് വാട്ടാ. വരുമോ? അനിനെ കാണാൻ വരുമോ? അമ്മേനെ അടുത്ത് പറയോ വീനാലിനെ കാണാൻ പോവാന്ന് പറയോ? കൊല്ലം കുറെ ആയിട്ടുള്ള സാധനങ്ങളാ. നല്ല ഭംഗിയായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. വീട് 2013 അധിക സമയം ആയിട്ടില്ല. മന പൊളിച്ച മനേന്നേ. ഇതാണ് പൂവ് പറഞ്ഞത്. ഈ പൂവ് മൊത്തത്തില് കവർ ചെയ്യും ഒരു 3 ദിവസം. ഇല കാണില്ല. അങ്ങനെ ഞങ്ങള് സൂരജ് പാലടയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് തൃശ്ശൂരോട്ട് പൊക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്റെ കെട്ടിയവൻ. ഞാനിവിടെ എഡിറ്റ് ചെയ്തിന്റെ ഇടയ്ക്ക് കൂടെ താങ്ക് യു. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കെട്ടിയവൻ അവസാനം പാലട പായസം കുടിച്ചേ. നിന്നി കാണുന്നുണ്ടല്ലോ അല്ലേ?